ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഡോ ഉണ്ടാക്കി എടുക്കണം. ഇനി നമ്മുടെ ഇല എടുക്കുക, അതിലോട്ട് ഹായ് ഹലോ നമസ്കാരം, ആര്യാണേ. അപ്പോഴേ റീലൊക്കെ നോക്കിയിരുന്നപ്പോ ഒരു അടിപൊളി സാധനം കിട്ടിയിട്ട് എന്താ നമ്മുടെ കാസർഗോട്ടുകാരുടെ അഹങ്കാരമായ മഞ്ഞച്ചപ്പലപ്പം. നമുക്കിങ്ങ് കോട്ടയത്ത് നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വായോ. ശർക്കരയൊക്കെ അങ്ങ് പൊട്ടിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് ശർക്കരപ്പാനിയാക്കാൻ വെച്ച് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി അങ്ങിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുത്ത സാധനമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് ശർക്കരപ്പാനി ഒഴിക്കണേ. ശർക്കരപ്പാനി ഒഴിച്ച് അതൊന്ന് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ചിരവി വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ? മെയിൻ സാധനം മഞ്ഞളിൻ്റെ ഇല. അപ്പം മഞ്ഞളിൻ്റെ ഇലയൊക്കെ ഞങ്ങൾ പറിച്ച് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇലയുടെ അറ്റമൊക്കെ അങ്ങ് കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ കുഴച്ച് വെച്ച മാവ് ആ ഇലയിലേക്ക് അങ്ങ് പരത്തിയെടുക്കണം. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. നമ്മുടെ ഇലയുടെക്കാളും വ്യത്യസ്തമായ വേറൊരു രീതിക്ക് ഒരു ഷേപ്പിലാവട്ടെ ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇഡലി തട്ടിനകത്ത് ആവിക്ക് വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഇഡലി തട്ട് വെച്ചിട്ട് അതെല്ലാം അങ്ങ് നമ്മൾ പെറുക്കി അങ്ങ് എടുത്ത് അടുക്കി പെറുക്കി വെച്ചു കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി മണം വരുന്നേ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മണം ഫുള്ളുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ കൊച്ചനും ചിറ്റയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു, കൂടെ നമ്മുടെ വെല്ലുമ്മച്ചി ഉണ്ടായിരുന്നേ. യാതോട്ടൻ എൻ്റെ എളിയിൽ കയറി ഇരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ കുറച്ച് വഴക്കായിരുന്നു. അതങ്ങ് മാറ്റിയെടുക്കുന്ന ശ്രമമാണേ. അപ്പോൾ ചക്കിമോളും കഴിച്ചു. ചക്കയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഡലിത്തൊട്ട് തുറന്നപ്പോൾ തൊട്ട് നല്ലൊരു സ്മെല്ലായിരുന്നേ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചാടി ചാടി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിശയമായിരുന്നു ഈ മഞ്ഞളിലയ്ക്കകത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സക്സസ് ആകുമോ എന്നുള്ളത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് കാസർഗോട്ടുകാരുടെ അഹങ്കാരം തന്നെ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറച്ചേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ എല്ലാവരും അച്ഛനും അമ്മയും കൊച്ചനും ചിറ്റയും പിള്ളേർ സെറ്റ് എല്ലാം കഴിച്ച് അടിപൊളിയാണ്. എൻ്റെ യാതൊട്ടും പിണക്കം മാറി വന്ന് അവൻ്റെ ചിറ്റന്മാരും കൂടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. അതായത് ഈ കണ്ണാടി വെച്ചവളും അപ്പുറത്തിരിക്കുന്ന കുഞ്ഞപ്പനും എൻ്റെ അനിയത്തിയാണ്, അതായത് അവൻ്റെ ചിറ്റന്മാർ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.